നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനി പടരുന്നു. ഡെങ്കി, H1N1, എലിപ്പനി തുടങ്ങിയവ ബാധിച്ചെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. രാജ്യത്തെ പാവപ്പെട്ടവർക്കിടയിലും പ്രമേഹം വൻതോതിൽ വർദ്ധിക്കുന്നതായി പഠനം. പൊതുവിതരണ സമ്പ്രദായം വഴി വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പുമാണ് ഇതിന് പ്രധാന കാരണമെന്ന് കണ്ടെത്തൽ. രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളുള്ളവർ 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ മരണസാധ്യത ഇരട്ടിയാകുമെന്ന് പഠനം. സംസ്ഥാനത്ത് പനി പടരുന്നു. ഡെങ്കി, H1N1, എലിപ്പനി തുടങ്ങിയവ ബാധിച്ച് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ മാസം മാത്രം 1.5 ലക്ഷത്തോളം പേർക്ക് പനി ബാധിച്ചതായാണ് കണക്ക്. കഴിഞ്ഞ 9 ദിവസം മാത്രം 23 പേർ പനി ബാധിച്ച് മരിച്ചു. 4951 പേർക്ക് ഡെങ്കി ലക്ഷണങ്ങൾ കണ്ടു. ഇതിൽ 1042 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. 101 പേർക്ക് H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉള്ളത്. ഈ മാസം മാത്രം ജില്ലയിൽ 500ഓളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ജില്ലയിൽ ഈ മാസം മാത്രം ഇതുവരെ 500-ലധികം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി പരിശോധിച്ചാൽ പനിബാധിതരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് വരും. 20 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. 1375 പേർ അതിസാരത്തിനും ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പിലാക്കുന്നതിൽ വീഴ്ച വന്നതായി നേരത്തെ ആരോഗ്യവകുപ്പ് തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്നതെന്നാണ് ആരോപണം. നഗരത്തിൽ മിക്കയിടങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുന്നുണ്ട്. തോടുകളും ഓടകളും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാലം എത്തിയതോടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും നിലച്ചിരിക്കുന്നു. മാലിന്യം നീക്കം ചെയ്യാൻ ഇടമില്ലാത്തതാണ് നഗരസഭയടക്കം വലയ്ക്കുന്ന കാര്യം. മിക്ക പഞ്ചായത്തുകളിലുമാകട്ടെ മാർച്ച് മാസം ആരംഭിക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മെയ് മാസത്തിലുമാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാതെ പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാകില്ലെന്ന സാരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലും പനി പടരുകയാണ്. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ പനി ബാധിച്ചെത്തിയത് 1500ഓളം രോഗികളാണ്. മലേറിയയും ഡെങ്കിയും വർദ്ധിച്ച സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ അടക്കം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. മഴയ്ക്ക് അല്പം ശമനം വന്നെങ്കിലും എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 100-ലധികം പേരാണ് പ്രതിദിനം പനി ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിലെത്തുന്നത്. ഡെങ്കിപ്പനി, H1N1 ബാധിതരുടെ എണ്ണവും ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. 2016-നെ അപേക്ഷിച്ച് ഗുരുതരമായ സ്ഥിതി തന്നെയാണ് ജില്ലയിൽ ഇപ്പോഴുള്ളത്. 2009-ന് ശേഷം ആദ്യമായാണ് പകർച്ചവ്യാധികളുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കുന്നത്. പ്രതീക്ഷിച്ചതിലുമധികം മഴ പെയ്തതും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവവുമാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വസ്തുത, ഈ മറ്റുള്ള അസുഖങ്ങൾ, അതായത് ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ഹെപ്പറ്റൈറ്റിസ്, അതൊരു തരത്തിൽ പ്രത്യേക തരത്തിൽപ്പെട്ടെന്ന് പകർച്ചവ്യാധികൾ. അതോടൊപ്പം തന്നെ അതിനപ്പുറത്ത് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് ആയ കുട്ടികൾ കണ്ടുവരുന്ന അസുഖങ്ങളും ഒരു ഭാഗത്ത് അതിങ്ങനെ എണ്ണം കൂടി വരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റ് പകർച്ചവ്യാധികൾക്ക് വെള്ളത്തിലൂടെയും ജലത്തിലൂടെയും കൊതുക് വഴിയും പകരുന്ന പകർച്ചവ്യാധികൾക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മാനദണ്ഡക്ക് അനുസരിച്ച് ചെയ്തു വരുന്നുണ്ട്. എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയും ചിലരിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലേറിയയും ഡെങ്കിയും വർദ്ധിച്ച സാഹചര്യങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കി. ഇടവിട്ട ദിവസങ്ങളിൽ വിദഗ്ധ സംഘം ഇവരുടെ താമസ സ്ഥലങ്ങൾ സന്ദർശിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കേൾവിക്കുറവും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോട്ടയം ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ ഓഡിയോളജിസ്റ്റ് സാലിമോൻ ജോസഫാണ്. നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായി അറിയേണ്ടത് ഈ ആരോഗ്യ മേഖലയിൽ ഓഡിയോളജിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്? കേൾവിക്കുറവ് കണ്ടെത്താൻ എന്തിനാണ് നമ്മൾ ഓഡിയോളജിസ്റ്റിനെ കാണേണ്ടി വരുന്നത്? ഓഡിയോളജിസ്റ്റിന് മാത്രമേ ഉള്ളൂ കുഞ്ഞു കുട്ടികളുടെ മുതൽ പ്രായമായവരുടെ വരെ കേൾവിക്കുറവ് വ്യത്യസ്തമായ ഓഡിയോളജിക്കൽ ടെസ്റ്റുകളിലൂടെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു ഹെൽത്ത് പ്രൊഫഷണൽസിനും അതിനുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ ലൈസൻസോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ ഉണ്ടാകാനുള്ള കാര്യം, നേരത്തെ തന്നെ നമ്മുടെ കുട്ടികളെ അവരുടെ കേൾവി പരിശോധിച്ച് ആ കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി അതിനുള്ള റീഹാബിലിറ്റേഷൻ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട്
ഓഡിയോളജിസ്റ്റിൻ്റെ റോള് കേൾവിക്കുറവ് കണ്ടെത്തുന്നതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലെല്ലാം, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വർഷങ്ങൾ ഓഡിയോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തവരാണ്, അവിടെയൊക്കെയും ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് കേൾവിക്കുറവിന് അത് കണ്ടെത്താൻ വേണ്ടി ഏത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോകണമെന്ന് അവിടെ ധാരണയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ സാക്ഷരരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അജ്ഞരാണ്. ഈ കേൾവിക്കുറവ് ശരിക്കും കണ്ടെത്തുന്നത് ആരാണ്? എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും? ഓഡിയോളജിസ്റ്റാണ് കേൾവിക്കുറവ് കണ്ടെത്തുന്ന ഹെൽത്ത് പ്രൊഫഷണൽ. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു കുഞ്ഞുകുട്ടി, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞുകുട്ടി, ഒരു 2 ദിവസമായ കുട്ടിയുടെ കേൾവിക്കുറവ് നമ്മൾ സ്ക്രീനിങ് ആണ് സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്നത്. അതിന് ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ആ സ്ക്രീനിങ് ടെസ്റ്റിൽ ഫെയിലായാൽ ഒരു ഓഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യുകയും ഡയഗ്നോസ്റ്റിക് ഓഡിയോളജിസ്റ്റ് ABR, ASSR എന്ന് പറയുന്ന ഓഡിറ്ററി ഇവോക്ഡ് ടൈപ്പ് ടെസ്റ്റുകളിലൂടെ കൃത്യമായി ഈ കേൾവിക്കുറവ് കണ്ടെത്തും. ഈ കേൾവിക്കുറവ് ഈ ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ളതാകാം, ചെവിയുടെ ഉൾഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ളതാകാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടിയ കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം. അതിന് ഞങ്ങൾ പറയുന്ന വാക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, മിക്സ്ഡ് ഹിയറിംഗ് ലോസ്. ഇത് വ്യക്തമായിട്ട് കണ്ടെത്താൻ ബാധ്യസ്ഥതയുള്ള ഹെൽത്ത് പ്രൊഫഷണലാണ് ഓഡിയോളജിസ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല ഓഡിയോളജിസ്റ്റ്. ഞങ്ങൾ ഇത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് എന്ന് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് എയ്ഡാണ്. അപ്പം നമ്മൾ കാഴ്ചക്കുറവുള്ളപ്പോൾ നമ്മൾ കണ്ണാടി വെക്കുന്നത് പോലെ തന്നെ. അപ്പം നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്ന് ലഭ്യമല്ലാതെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ശ്രവണസഹായി വെക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റും. ഈ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കേട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റൂ. ഈ കേൾവിയും ഭാഷയും തമ്മിൽ അവിഭാജ്യമായ ബന്ധമാണുള്ളത്. ഒരു കേൾക്കാത്ത ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ അച്ഛനെന്നോ അമ്മയെന്നോ അപ്പൂപ്പനെന്നോ സംസാരിക്കാൻ സാധിക്കില്ല. അതാണ് നേരത്തെ തന്നെ കേൾവിക്കുറവ് കണ്ടെത്തുന്നത് നമ്മുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, ഭാഷയുടെ ഡെവലപ്മെൻറ്റിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ കേൾവിക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വ്യത്യസ്തമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ കേൾവിക്കുറവിന് പല പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞു കുട്ടികൾ, ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞു കുട്ടിയിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ലോസ്, ഒരു 180ഓളം സിൻഡ്രോംസ് ഉണ്ട്. വാണ്ടർബർഗ് സിൻഡ്രോം, ഉഷർ സിൻഡ്രോം, ഇങ്ങനെയുള്ള 180ഓളം സിൻഡ്രോമായിട്ട് ജനിക്കുന്ന കുട്ടികളിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മരുന്ന് ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ കേൾവിക്കുറവ് കൃത്യമായിട്ട് മൈൽഡ് ലോസ് ആണോ, മോഡറേറ്റ് ആണോ, മോഡറേറ്റ്ലി സിവിയർ ആണോ, അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയ ശേഷം ശ്രവണസഹായി കൊണ്ട് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് കൊണ്ട് നമുക്ക് കൊച്ചിന് ആംപ്ലിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പം സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് വരെ നമുക്ക് ശ്രവണസഹായി കൊണ്ട് കുട്ടീനെ നല്ല രീതിയിൽ കേൾപ്പിക്കാൻ പറ്റും. പക്ഷേ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആയാൽ ഈ ശ്രവണസഹായി കൊണ്ടും പ്രയോജനമില്ല. ആദ്യം ശ്രവണസഹായി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ട്രൈ ചെയ്യും. എന്നിട്ടും കുട്ടിക്ക് ശബ്ദം ചൊവ്വേ നേരെ കേൾക്കാൻ സാധിക്കുന്നെങ്കിൽ, കുറച്ച് ശബ്ദത്തിന് പ്രതികരിക്കുന്നില്ല എങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് ആണ്. അത് അൾട്ടിമേറ്റാണ്, ആംപ്ലിഫിക്കേഷൻ്റെ അൾട്ടിമേറ്റാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 5.5 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഒരു കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ വില. അപ്പോൾ ഓർക്കണം, മൈൽഡ് മുതൽ സിവിയർ ആയിട്ടുള്ള കേൾവിക്കുറവിന് അത് സെൻസറി ന്യൂറൽ ആണെങ്കിൽ ശ്രവണസഹായി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഒരു മുട്ടുചേട്ടയ്ക്ക് നമുക്ക് മുട്ടിനൊരു നീർവീക്കം ഉണ്ടായാൽ ഒരിക്കലും നീർവീക്കത്തിന് നമ്മൾ ഒരിക്കലും മുട്ടുചേട്ട മാറ്റിവെക്കില്ല.
നീർവീക്കത്തിന് മരുന്ന് കൊണ്ട് ആ ഇൻഫ്ലമേഷൻ മാറ്റുകയാണ് ആദ്യമേ ചെയ്യുന്നത്. അത് തേയ്മാനം കണ്ടമാനം വഷളായി കഴിഞ്ഞിട്ട് മാത്രമാണ്, നമുക്ക് വേറെ മാർഗമില്ലാതെ വരുമ്പോൾ മാത്രമാണ് മുട്ടിയേറ്റം മാറ്റിവെക്കുന്നത്. അതേപോലെ തന്നെയാണ് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആയ കേസിൽ മാത്രമാണ്, സിവിയർ ടു പ്രൊഫൗണ്ട് ആയ സെൻസറി ന്യൂറൽ ആണെങ്കിൽ മാത്രമാണ് കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് കടക്കാൻ പാടുള്ളൂ. ഇനി ഒരു ഇടവേളയാണ്, ഇടയ്ക്ക് ശേഷം ചർച്ച തുടരും. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കേൾവിക്കുറവും പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച തുടരുകയാണ്. ഈ ശ്രവണ സഹായികളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ശ്രവണസഹായി നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് ഒഡിബിളാകുന്ന രീതിയിൽ നമ്മുടെ സ്പീച്ച്. അതിൻ്റെ അകത്ത് മൈക്രോഫോണുണ്ട്, ആംപ്ലിഫയറുണ്ട്, സ്പീക്കറുണ്ട്. അപ്പം നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞു കുട്ടികളിൽ ബിഹൈൻഡ് ദി ഇയർ, ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണസഹായികളാണ് കുഞ്ഞു കുട്ടികളിൽ വെക്കുന്നത്. കാരണം ഈ ചെവി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 14-15 വയസ്സ് വരെ ഇത് വളരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായികൾ കുട്ടികളിൽ വെക്കില്ല, ലോകത്ത് എങ്ങും വെക്കുകയില്ല ഓഡിയോളജിസ്റ്റുകൾ. അപ്പോൾ കുഞ്ഞു കുട്ടികളിൽ ബിഹൈൻഡ് ദി ഇയർ. പക്ഷേ നമ്മൾ പ്രായമായവരിലാണെങ്കിൽ ഒരു 15-16 വയസ്സാകുമ്പോൾ ആ വളർച്ച നിൽക്കുകയും നമുക്ക് കുട്ടികൾ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായി, അപ്പം ആരും കാണാത്ത രീതിയിൽ CIC, അവരുടെ കേൾവിക്കുറവിൻ്റെ കാഠിന്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ വെക്കുന്ന, കാരണം ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് പലപ്പോഴും തോന്നും പിയർ പ്രഷറും മറ്റുള്ളവർ എൻ്റെ ഒരു പോരായിക കണ്ടെത്തും എന്നുള്ളൊരു വൈകാരികമായ ഒരു തലവും നമ്മൾ കൺസിഡർ ചെയ്യണം ആ ഒരു ടീനേജ് പ്രായത്തിൽ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായി വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ പ്രായം ചെന്നവർക്ക് നമുക്ക് ഉള്ളിൽ വെക്കുന്നത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പുറകിൽ വെക്കുന്ന, ചെവിയുടെ പുറകിൽ വെക്കുന്നത് വേണമെങ്കിൽ വെക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഡിയോളജിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇയർ ഡ്രമ്മിന് സുഷിരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പസ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ പസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രവണസഹായി, ഉള്ളിൽ വെക്കുന്ന ശ്രവണസഹായി വെക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എയറേഷൻ നടക്കാതെ വരികയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്ചാർജ് വരുന്ന, അതായത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന വ്യക്തികളിൽ ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണസഹായികളാണ് വെക്കുന്നത്. അപ്പം ശ്രവണസഹായികളിൽ തന്നെ 2 കാറ്റഗറിയുണ്ട്, അനലോഗും ഡിജിറ്റലും. ഈ അനലോഗ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്ന ഒരു കമ്മതി കണക്കാണ്. ഒരു സിവിയർ കാറ്റഗറി ഹിയറിംഗ് ലോസിന് ഇന്നത് പറ്റും, അല്ലെങ്കിൽ ഒരു മോഡറേറ്റിന് വേണ്ടി ഈ ടൈപ്പ് പറ്റും. അതിൽ ഓഡിയോഗ്രാമിന്, കേൾവിയുടെ ഗ്രാഫിനെ ഞങ്ങൾ പറയുന്ന വാക്ക് ഓഡിയോഗ്രാം എന്നാണ്. ഓരോരുത്തരുടെയും തമ്പ് ഇംപ്രഷൻ പോലെ ഇരിക്കും, ഓരോരുത്തരുടെ കേൾവിക്കുറവിൻ്റെ ഗ്രാഫ് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓഡിയോഗ്രാമിനനുസരിച്ച് പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റലായിട്ടുള്ള ശ്രവണസഹായികൾ വേണം വെക്കാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് അല്പം പൈസ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഡിജിറ്റലായിട്ട് വെക്കാൻ പറ്റുന്ന, ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണസഹായികൾ മാത്രമേ വെക്കാവുള്ളൂ. കാരണം എന്നാൽ മാത്രമേ ഈ കുട്ടി വ്യക്തതയോടുകൂടി കേൾക്കുകയുള്ളൂ. വ്യക്തതയോടുകൂടി ടീച്ചർമാർ പറയുന്നതും കേട്ടാൽ മാത്രമേ ഈ കുട്ടിക്ക് നല്ല രീതിയിൽ പഠിത്തത്തിൽ പുരോഗതി പ്രാപിച്ച് ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പം ഇതാണ് പ്രധാനമായും അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള ശ്രവണസഹായികൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ശ്രവണസഹായി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുള്ളതിൽ ഈ കേൾവി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ദ്രിയമാണ്. നമ്മൾ സമൂഹവുമായിട്ട് സംവേദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കേൾവിശക്തി എന്ന് പറയുന്നത്.
അപ്പം കേൾക്കാത്ത ഒരാൾക്ക് കുട്ടികളുടെ തലത്തിൽ ഭാഷ ഡെവലപ്മെൻറ്റ് വളരെ ഡിലേ ആവും. ഭാഷ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അവരെ കരിയർ, ഫ്യൂച്ചർ അവർ ലിമിറ്റ് ചെയ്യുകയാണ്. അവരുടെ ഫ്യൂച്ചർ വിദ്യാഭ്യാസപരമായും ജോലിപരമായും അവരെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വൈകല്യം ഉണ്ട് എങ്കിൽ ആ വൈകല്യം എന്തെന്ന് കൃത്യമായി കണ്ടെത്തി അത് പരിഹരിച്ച് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസപരമായും നമ്മുടെ പ്രൊഫഷണൽ വൈസും നമ്മൾ മുന്നേറാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് പ്രായമായവരുടെ തലത്തിലാണെങ്കിൽ നമ്മളൊക്കെ ഒരു സമൂഹ ജീവിയാണ്. നമ്മൾ സാക്ഷരതയിൽ വളരെ മുന്നിട്ട ഒരു സമൂഹമാണ്. അപ്പം നമ്മൾ ഈ മറ്റുള്ളവർ പറയുന്നത് ചൊവ്വേ നേരെ നമുക്ക് മനസ്സിലാകാൻ മേലാതെ വരുമ്പോൾ ഞങ്ങൾ എത്രയോ ക്ലയൻറ്റുകളെയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അപ്പം അവരുടെ ഒരു വൈകാരിക ബുദ്ധിമുട്ട് നമ്മളൊരു കുടുംബത്തിലെ കുടുംബനാഥനായിട്ട് നമ്മൾ ഇരിക്കുകയും അവിടെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായി അവർ പറയുന്നത് എന്താണെന്നോ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഇപ്പം ഈവൻ ടി വിയിൽ പോലും ഉള്ള ന്യൂസുകൾ പോലും വ്യക്തമായിട്ട് ഇവർക്ക് കേൾക്കാൻ സാധിക്കാതെ വരും. പിന്നീട് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരു സിവിയർ അല്ലെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ കേൾവിക്കുറവുണ്ട് എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുന്നത്, ഈ വോളിയം ടി വിയുടെ വോളിയം വളരെയേറെ കൂട്ടിവെക്കും. ഈ വളരെയേറെ കൂട്ടിവെക്കുമ്പോൾ അവിടെ ചെറുപ്പക്കാരും കുട്ടികളും ഉള്ള വീടാണ് എന്ന് വിചാരിക്കും, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അപ്പോൾ ഇവർക്കിത് അരോചകമായിട്ട് തരും. ബാക്കിയുള്ള വ്യക്തികൾക്ക് ഈ അമിതമായ വല്യച്ഛനും വല്യമ്മയും അമിത പശ്ചത്തിൽ വെക്കുമ്പോൾ ഇവർക്കിത് അരോചകമായിട്ട് ഇവർ വേറൊരു ടി വി മേടിക്കാൻ വേണ്ടി നിർബന്ധിതരായി തീരും. അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ വല്യച്ഛനും വല്യമ്മയും അവിടെ കേൾവി ഓഡിയോളജിസ്റ്റിനെ കൊണ്ട് കൃത്യമായി കണ്ടെത്തി ശ്രവണസഹായി വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ടി വിയിൽ നിന്ന് കേൾക്കാൻ പറ്റും. വളരെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കംഫർട്ടബിളായിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ഇപ്പം പലപ്പോഴും നമ്മുടെ വൈകുന്നേരങ്ങളിൽ വല്യച്ഛനും വല്യമ്മയും ഉള്ള പല വീടുകളിലും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വെടി പൊട്ടിക്കുന്ന രീതിയിലാണ് ഈ ടി വി സീരിയൽ വെച്ചിരിക്കുന്ന പല വീടുകളിലും. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ഡെസിബിളിനേക്കാളും കൂടിയ ശബ്ദങ്ങളെല്ലാം നമ്മുടെ കേൾവിക്ക് അപകടകാരികളാണ്. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾവിയുടെ പ്രവർത്തനം ഞാൻ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. നമ്മൾ പുറമേ നിന്ന് ഒരു ശബ്ദം വരുന്നു. ഈ ശബ്ദം വന്നിട്ട് നമ്മുടെ കർണപടത്തിൽ തട്ടി അവിടുന്ന് നമുക്ക് ഈ കർണപടത്തിൻ്റെ ഷേപ്പ് തന്നെ ഇതൊരു ആംപ്ലിഫൈ ചെയ്തൊരു ഫണൽ പോലത്തെ ഒരു ഷേപ്പാണ്. ഒരു 3 ഡെസിബൽ ഇൻക്രിമെൻറ്റ് നമുക്കിവിടെ തട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും ആ ശബ്ദത്തിൻ്റെ. ഇത് നമ്മുടെ ഇയർ കനാലിലൂടെ കടന്ന് നമ്മുടെ ഇയർ ഡ്രമ്മിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ ചെവിയുടെ മധ്യഭാഗത്തുള്ള മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികളിലൂടെ കടന്ന് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്ന ഹിയറിംഗ് ഓർഗണിലെത്തും. ഈ കോക്ലിയ എന്ന് പറയുന്ന ഹിയറിംഗ് ഓർഗൺ ഒരു അരിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഒരു ഒച്ചിൻ്റെ ഷേപ്പാണ് ഈ ഓർഗൺ ഉള്ളത്. അവിടെ ഈ 20,000 ഹെയർ സെൽസ്, നമ്മളൊരു കുഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ 20,000 ഹെയർ സെൽസുമായിട്ടാണ് ജനിക്കുന്നത്. ആ ഹെയർ സെൽസിൽ പ്രകമ്പനം ഉണ്ടാകുകയും ഈ പ്രകമ്പനം ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറി നമ്മുടെ ഓഡിറ്ററി നേറു വഴി കടന്ന് നമ്മുടെ ഓഡിറ്ററി കോർട്ടക്സിൽ എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് സാധിക്കും. പക്ഷേ ഈ പാത്വേയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രോബ്ലം ഉണ്ടാകാം. അതാണ് ഒരു റെസ്പോൺസിബിളായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഓഡിയോളജി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇത് ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് താങ്കൾക്ക് ഈ കേൾവി പ്രശ്നമുള്ളത്, ഇതിന് എന്താണ് പരിഹാര മാർഗം എന്ന് വ്യക്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാനും അതിനുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യാനും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അതിനുള്ള രജിസ്ട്രേഷൻ ഉള്ള പ്രൊഫഷണലാണ് ഓഡിയോളജിസ്റ്റ്. ജന്മനാ തന്നെ കേൾവി പരിശോധന നടത്തണമെന്ന് പറയാറുണ്ട്. അത്തരമൊരു പരിശോധനയുടെ പ്രാധാന്യം എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ ഞങ്ങൾ 13 വർഷം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെയാണ് ഞാൻ ഓഡിയോളജി കഴിഞ്ഞത്. അവിടെയെല്ലാം ചെയ്യുന്നത് ABR ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് എന്ന് പറയുന്ന ടെസ്റ്റാണ് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കാൻ അത് സഹായിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് OAE എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. അതിൻ്റെ പോരായിക എന്ന് പറയുന്നത് കോക്ലിയ വരെയുള്ള ഫങ്ഷൻ അറിയാനേ അത് ഉപകരിക്കൂ. കോക്ലിയയ്ക്ക് ശേഷം നമുക്ക് ഓഡിറ്ററി
നെർവുണ്ട്, അതിനുശേഷം അത് ഓഡിറ്ററി കോർട്ടക്സിലോട്ടാണ് ആ നെർവിൻ്റെ മെസ്സേജ് അവിടെ എത്തുന്നത്. അതിൻ്റെ ഫങ്ഷനെ പറ്റി അറിയാൻ നമുക്ക് സാധിക്കില്ല ഈ OAE ടെസ്റ്റ് കൊണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ തന്നെയുണ്ട്, ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ. അത് ഒരു 2-3% കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് OAE ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടി പാസ്സാണ്, പക്ഷേ ABR ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടി ഫെയിലാണ്. ഇത് നമുക്ക് ഓഡിയോളജിസ്റ്റ്, ഞാൻ എത്രയോ കുട്ടികളെ ഓസ്ട്രേലിയ വെച്ച് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളുടെ ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളുടെ കേൾവിക്കുറവ് ഒരു മൈൽഡ് മുതൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് വരെയാകാം. അപ്പോൾ അത് ഞങ്ങൾ വളരെ കൺസർവേറ്റീവായിട്ട് അത് ഒരു 9 മാസത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് വിഷ്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഡിയോമെട്രി ടെസ്റ്റ് നടത്തിയിട്ട് കേൾവിക്കുറവ് ബിഹേവിയറൽ ത്രെഷോൾഡ് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഹിയറിംഗ് എയ്ഡ് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികളും നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യും. നമ്മളുടെ നാട്ടിൽ ഈ OAE ചെയ്തു കുട്ടിക്ക് നല്ല കേൾവിയാണ് എന്ന് നമുക്ക് 100% ഉറപ്പോടുകൂടി ഒരിക്കലും പറയാൻ സാധ്യതയില്ല. കാരണം വിദേശത്ത് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം, ഞാൻ റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 വയസ്സായ 5 വയസ്സായ ഒരു കുട്ടി നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ ആ പേരൻറ്റിന് എന്നെ സൂ ചെയ്യുകയും ഞാൻ $multi-million നഷ്ടപരിഹാരം കൊടുക്കേണ്ട, ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യസ്ഥനായിട്ട് വരും. കാരണം ഞാൻ ആ കുട്ടിയിൽ ഒരു റോങ് ആയിട്ടുള്ള ഡയഗ്നോസിസ് നടത്തി അത് കുട്ടിക്ക് വളരെ ഡെവലപ്മെൻറ്റൽ ഡിലേ വന്നു എന്നെങ്കിൽ, ഇവിടെ അങ്ങനെ എത്ര പേര് ജയിലിൽ പോയിട്ടുണ്ടോ, എത്ര പേര് സൂ ചെയ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണല്ലോ, ലീഗൽ സിസ്റ്റം വളരെ പിന്നോക്കമാണ്. വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. കേൾവിക്കുറവും പരിഹാരമാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് കോട്ടയം ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻ്ററിലെ ഓഡിയോളജിസ്റ്റ് സാലിമാൻ ജോസഫാണ്. വളരെയധികം നന്ദി. വീണ്ടും ഒരു ഇടവേള. വെളിച്ചമാണ്, 3-ാം കണ്ണാണ്. ശ്രീ പരമേശ്വരന്റെ ദർശന അനുഗ്രഹത്താൽ പാമരനും ഗുരുവാകുന്നു. സത്യം ശിവം സുന്ദരം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക്. രാജ്യത്തെ പാവപ്പെട്ടവർക്കിടയിൽ പ്രമേഹം വൻതോതിൽ വർദ്ധിക്കുന്നതായി പഠനം. പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പുമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് കണ്ടെത്തൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമല്ലാത്തതും രോഗബാധിതരുടെ എണ്ണം കൂട്ടാനിടയാക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇന്ത്യ ഡയബറ്റിക്സ് ആണ് പഠനം നടത്തിയത്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയാണ്. നഗരങ്ങളിൽ 11.2%, ഗ്രാമത്തിൽ 5.2% പേർ പ്രമേഹത്തിൻ്റെ പിടിയിലാണ്. പൊതുവെ ഉയർന്ന ജീവിത നിലവാരമുള്ള ആളുകളിലാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ജീവിത നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ നഗരവാസികളായ പാവപ്പെട്ടവരേക്കാൾ സ്ഥിതി മറിച്ചാണ്. ചണ്ഡീഗഡ് നഗരത്തിലെ ഉയർന്ന വരുമാനക്കാരിൽ 12.9% പേർക്ക് പ്രമേഹമുള്ളപ്പോൾ പാവപ്പെട്ടവരുടെ നിരക്ക് 26.9%. അന്നജം കൂടുതലുള്ള ധാന്യങ്ങളാണ് റേഷൻ ഷാപ്പ് വഴി സാധാരണക്കാരന് ലഭിക്കുന്നത്. ഇതാണ് പ്രമേഹ രോഗം പാവപ്പെട്ടവർക്ക് പടരാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. രക്തസമ്മർദ്ദം, പ്രമേഹം, അമിത കൊഴുപ്പ് അഥവാ പൊണ്ണത്തടി, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ മരണസാധ്യത ഇരട്ടിയാകുമെന്ന് പഠനം. കൂടുതൽ ഉറക്കം ലഭിക്കുന്നവർക്ക് മരണസാധ്യത കുറയുമെന്നും പഠനം പറയുന്നു. 6 മണിക്കൂറിലധികം ഉറങ്ങുന്ന ഇത്തരം രോഗങ്ങൾ ഉള്ളവർക്ക് സ്ട്രോക്ക് മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യത 1.49 മടങ്ങായിരിക്കുമെന്ന് പഠനത്തിൽ പറയുന്നു. രോഗങ്ങൾ ബാധിക്കാത്തവരെ അപേക്ഷിച്ച് ഈ രോഗങ്ങൾ ബാധിച്ച ഉറക്കക്കുറവുള്ളവർക്ക് ഏതെങ്കിലും കാരണത്താൽ മരിക്കാനുള്ള സാധ്യത 1.99 ഇരട്ടിയാണെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പനി പടരുന്നു. ഡെങ്കി, H1N1, എലിപ്പനി തുടങ്ങിയ ബാധിച്ചെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. രാജ്യത്തെ പാവപ്പെട്ടവർക്കിടയിലും പ്രമേഹം വൻതോതിൽ വർദ്ധിക്കുന്നതായി പഠനം. പൊതുവിതരണ സമ്പ്രദായം വഴി വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പുമാണ് ഇതിന് പ്രധാന കാരണമെന്ന് കണ്ടെത്തൽ.
രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളുള്ളവർ 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ മരണസാധ്യത ഇരട്ടിയാകുമെന്ന് പഠനം. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.